ഇന്ന് നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നത് പണമാണ്. പക്ഷേ എന്നെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ പണം എന്ന സങ്കല്പം എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന്? മനുഷ്യൻ കാട്ടിൽ വേട്ടയാടി നടന്നിരുന്ന കാലത്ത് രൂപയോ ഡോളറോ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ എങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങിയിരുന്നത്? വെറും കൽക്കഷ്ണത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് ബിറ്റ്കോയിൻ വരെ എത്തി നിൽക്കുന്ന പണത്തിന്റെ ആവേശകരമായ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ലോകം വസ്തുക്കളെ നോക്കുന്നു. ഞാൻ അവയുടെ അസാധാരണമായ ചരിത്രത്തെയും ആരും പറയാത്ത ആ നിഗൂഢ കഥകൾ ഇനി ഞാൻ പറഞ്ഞു തരാം. എൻ്റെ പേരോ മുഖമോ തിരയേണ്ട. ഇത് നോബഡി. മനുഷ്യൻ വേട്ടയാടി നടന്നിരുന്ന കാലത്ത് തനിക്ക് ആവശ്യമുള്ളത് അവൻ തന്നെ കണ്ടെത്തിയിരുന്നു. എന്നാൽ കൃഷി ആരംഭിച്ചതോടെ ഏകദേശം BC 10,000 ശേഷം മനുഷ്യർ പരസ്പരം സഹകരിക്കാൻ തുടങ്ങി. ഇവിടെയാണ് ബാർട്ടർ സിസ്റ്റം അഥവാ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന രീതി നിലവിൽ വന്നത്. ഉദാഹരണത്തിന്, ഒരാൾക്കൊരു പാത്രം ധാന്യം വേണമെങ്കിൽ പകരം അയാൾ ഒരു ആടിനെയോ അല്ലെങ്കിൽ മീനിനെയോ നൽകണം. പക്ഷേ ഇതിന് വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. ഇതിനെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സ് എന്ന് വിളിക്കുന്നു. അതായത്, എനിക്ക് അരി വേണം, നിങ്ങളുടെ കയ്യിൽ അരിയുണ്ട്, പക്ഷേ നിങ്ങൾക്ക് പകരം വേണ്ടത് തുണിയാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ തുണിയില്ല താനും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കച്ചവടം നടക്കില്ല. കൂടാതെ ഇറച്ചിയും പാലും പോലെയൊക്കെയുള്ള നശിച്ചു പോകുന്ന വസ്തുക്കൾ സമ്പത്തായി സൂക്ഷിച്ചു വെക്കാൻ കഴിയില്ല എന്നതും വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഈ പ്രതിസന്ധിയാണ് ലോകത്ത് പണത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിച്ചത്. ലോഹനാണയങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപ് ആയിരക്കണക്കിന് വർഷങ്ങൾ മനുഷ്യൻ പലതരം സാധനങ്ങളെ വിനിമയ ഉപാധികളാക്കി. ഇതിനെ കമ്മോഡിറ്റി മണി എന്ന് വിളിക്കുന്നു. കാരണം ഈ വസ്തുക്കൾക്ക് സ്വന്തമായി ഉപയോഗമൂല്യമുണ്ടായിരുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ പണം വ്യത്യസ്ത രൂപങ്ങളിലാണ് നിലനിന്നത്. BC 1200 കാലഘട്ടത്തിൽ ചൈനയിലെ യാങ്സി നദിയുടെ തീരത്താണ് കൗറി ഷെല്ലുകൾ ആദ്യമായി പണമായി ഉപയോഗിച്ചു തുടങ്ങിയത്. ഇന്ത്യയിലും ആഫ്രിക്കയിലും ഈജിപ്തിലും ഇത് വ്യാപകമായിരുന്നു. ഒരു ചെറിയ ഷെല്ലിന് എന്ത് മൂല്യമെന്ന് ചിന്തിക്കരുത്. അത് കൊണ്ടു നടക്കാനുള്ള എളുപ്പവും നശിച്ചു പോകാത്ത സ്വഭാവവും കൃത്രിമമായി നിർമ്മിക്കാൻ കഴിയില്ല എന്നതും ഇതിനെ മികച്ച ഒരു കറൻസിയാക്കി മാറ്റി. പുരാതന റോമൻ സാമ്രാജ്യത്തിൽ ഉപ്പിന് സ്വർണത്തോളം വിലയുണ്ടായിരുന്നു. കാരണം അന്ന് ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപ്പ് മാത്രമായിരുന്നു ഏകമാർഗം. റോമൻ പട്ടാളക്കാർക്ക് ശമ്പളം ഒരു നിശ്ചിത അളവ് ഉപ്പും മറ്റ് ആനുകൂല്യങ്ങളുമായിട്ടാണ് നൽകിയിരുന്നത്. ഈ ഉപ്പ് ശമ്പളത്തെ അവർ സലേറിയം എന്ന് വിളിച്ചു. അവിടെ നിന്നാണ് നാം ഉപയോഗിക്കുന്ന സാലറി എന്ന ഇംഗ്ലീഷ് വാക്ക് ഉണ്ടായത്. അമേരിക്കൻ കോളനികളാകട്ടെ പുകയിലയും ആഫ്രിക്കയിൽ ഇരുമ്പ് ദന്തുകളും റഷ്യയിൽ തേയിലക്കട്ടകളും പണമായി ഉപയോഗിച്ചിരുന്നു. എങ്കിലും ഈ കമ്മോഡിറ്റി മണിക്ക് ഒരു പൊതുവായ അളവുകോൽ ഉണ്ടായിരുന്നില്ല. ഈ പ്രശ്നം പരിഹരിക്കാനാണ് മനുഷ്യൻ ലോഹങ്ങളിലേക്ക് തിരിഞ്ഞത്. BC 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈജിപ്തിലും മെസപ്പൊട്ടോമിയയിലും സ്വർണവും വെള്ളിയും വിനിമയത്തിനായി ഉപയോഗിച്ചിരുന്നു. പക്ഷേ അത് നാണയങ്ങളായിരുന്നില്ല, മറിച്ച് ബാറുകളോ വളയങ്ങളോ ആയിരുന്നു. ഒരു തവണ കച്ചവടം നടക്കുമ്പോഴും ഇവയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും തൂക്കി നോക്കാനും വെയിങ് സ്കെയിലുകൾ ആവശ്യമായിരുന്നു. ഇത് കച്ചവടം മന്ദഗതിയിലേക്കാക്കി. ഈ പ്രശ്നത്തിന് കൃത്യമായ പരിഹാരമാണ് ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഔദ്യോഗിക നാണയം. അത് സംഭവിച്ചത് BC 600-നും 650-നും ഇടയിൽ പടിഞ്ഞാറൻ അനറ്റോളിയയിലെ ലിഡിയ എന്ന രാജ്യത്തിലാണ്. ലിഡിയയിൽ രാജാവായിരുന്ന അലിയാക്ടസ് പ്രാദേശികമായി ലഭിച്ചിരുന്ന ഇലക്ട്രം എന്ന സ്വർണവും വെള്ളിയും ചേർന്ന ലോകസങ്കരത്തിൽ സിംഹത്തിന്റെ തല മുദ്രണം ചെയ്ത നാണയങ്ങൾ പുറത്തിറക്കി. ഈ നാണയങ്ങൾ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. എല്ലാ നാണയങ്ങൾക്കും ഒരേ വലുപ്പവും തൂക്കവുമായിരുന്നു. നാണയത്തിലെ രാജമുദ്ര അതിന് കൃത്യമായ മൂല്യമുണ്ടെന്ന് ഉറപ്പു നൽകി. ഇത് കച്ചവടക്കാരുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു. അങ്ങനെ കച്ചവടത്തിന്റെ വേഗതയും കൂടി. ലിഡിയയിൽ നിന്ന് ഈ ആശയം ഗ്രീസിലേക്കും പിന്നീട് റോമിലേക്കും അവിടെ നിന്ന് ലോകം മുഴുവനും വ്യാപിച്ചു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും ഏതാണ്ട് ഇതേ കാലയളവിൽ BC 6-ാം നൂറ്റാണ്ടിൽ നാണയങ്ങൾ നിലവിൽ വന്നു. പഞ്ച് മാർക്ക് കോയിൻസ് എന്നറിയപ്പെടുന്ന ഇവയിൽ രാജമുദ്രകൾക്ക് പകരം സൂര്യൻ, ആന, കാള തുടങ്ങിയ പ്രകൃതി ചിഹ്നങ്ങളാണ് മുദ്രണം ചെയ്തിരുന്നത്. ചന്ദ്രഗുപ്ത മൗര്യന്റെയും അശോകന്റെയും കാലത്ത് വെള്ളി നാണയങ്ങൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. നാണയങ്ങൾ വ്യാപകമായെങ്കിലും
വലിയ അളവിലുള്ള സ്വർണവും വെള്ളിയും ദീർഘദൂരം കൊണ്ടുപോകുന്നത് അപകടകരവും ബുദ്ധിമുട്ടുള്ളതുമായിരുന്നു. കൊള്ളക്കാരും കടൽ കൊള്ളക്കാരും ഒരു ഭീഷണിയായി നിലനിന്നു. ഇതിനൊരു പ്രായോഗികമായ പരിഹാരം ആദ്യമായി കൊണ്ടുവന്നത് ചൈനക്കാരാണ്. ടാങ് രാജവംശത്തിന്റെ കാലത്ത് ഏകദേശം AD 700-കളിൽ ആദ്യമായി പേപ്പർ മണി പരീക്ഷിക്കപ്പെട്ടു. വലിയ കച്ചവടക്കാർ തങ്ങളുടെ സ്വർണവും വെള്ളിയും സുരക്ഷിതമായ ഗോഡൌണുകളിൽ സൂക്ഷിക്കുകയും അതിന് പകരമായി സൂക്ഷിപ്പുകാരിൽ നിന്ന് കടലാസ് രസീതുകൾ വാങ്ങുകയും ചെയ്തു. ഈ രസീതുകൾ പിന്നീട് കച്ചവടത്തിനായി പരസ്പരം കൈമാറാൻ തുടങ്ങി. പിന്നീട് യുവാൻ രാജവംശത്തിന്റെ കാലത്ത് 13-ാം നൂറ്റാണ്ടിൽ ഖുബ്ലായി ഖാന്റെ ഭരണത്തിന് കീഴിൽ പേപ്പർ മണി ഔദ്യോഗികമായി രാജ്യത്തിന്റെ പ്രധാന കറൻസിയായി പ്രഖ്യാപിക്കപ്പെട്ടു. ചൈന സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരിയായ മാർക്കോ പോളോ ചൈനയിലെ ഈ പേപ്പർ കറൻസി കണ്ട് അത്ഭുതസ്തംഭനായി. അദ്ദേഹം തന്റെ യാത്രാ വിവരണങ്ങളിൽ ഇങ്ങനെ എഴുതി: ഈ കടലാസ് കഷ്ണങ്ങൾ അവർ സ്വർണത്തെ പോലെ ബഹുമാനിക്കുന്നു. യൂറോപ്പിൽ ഈ ആശയമെത്താൻ പിന്നെയും നൂറ്റാണ്ടുകളെടുത്തു. 1661-ൽ സ്വീഡനിലെ ബാങ്ക് ഓഫ് സ്റ്റോക്ക്ഹാം ആണ് യൂറോപ്പിലെ ആദ്യത്തെ ബാങ്ക് നോട്ടുകൾ പുറത്തിറക്കുന്നത്. തുടക്കത്തിൽ ഈ നോട്ടുകൾക്ക് പിന്നിൽ ബാങ്കിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്ന സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ കൃത്യമായ പിൻബലമുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നോട്ടുമായി ബാങ്കിൽ ചെന്നാൽ അതിന് തുല്യമായ ലോഹം തിരികെ ലഭിക്കുമായിരുന്നു. ഇതിനെയാണ് റെപ്രസെന്റേറ്റീവ് മണി എന്ന് വിളിച്ചിരുന്നത്. ഈ രീതി പിന്നീട് ലോകം മുഴുവൻ വ്യാപകമായി. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ലോകം മുഴുവൻ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന സാമ്പത്തിക രീതിയാണ് പിന്തുടർന്നത്. ലളിതമായി പറഞ്ഞാൽ, ഒരു രാജ്യം എത്ര രൂപയുടെ നോട്ട് പുറത്തിറക്കുന്നുവോ അത്രയും മൂല്യമുള്ള സ്വർണം ആ രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്കിൽ സുരക്ഷിതമായിരിക്കണം. അതായത് പണമെന്നത് സ്വർണത്തിനായുള്ള ഒരു ടോക്കൺ മാത്രമായിരുന്നു. 2-ാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോക സാമ്പത്തിക ക്രമം ആകെ മാറി. 1944 അമേരിക്കയിലെ ന്യൂഹാംഷെയറിൽ നടന്ന ബ്രിട്ടൻ വുഡ്സ് കരാർ പ്രകാരം ലോകത്തിലെ എല്ലാ പ്രധാന കറൻസികളും അമേരിക്കൻ ഡോളറുമായി ബന്ധിപ്പിക്കപ്പെട്ടു. ഡോളർ സ്വർണവുമായും ബന്ധിപ്പിക്കപ്പെട്ടു. അങ്ങനെ അമേരിക്കൻ ഡോളർ ലോകത്തിന്റെ റിസർവ് കറൻസിയായി മാറി. ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിപ്ലവം നടന്നത് 1971 ഓഗസ്റ്റ് 15-നാണ്. അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഡോളറിന് സ്വർണവുമായുള്ള ബന്ധം ഏകപക്ഷീയമായി അവസാനിപ്പിച്ചു. ഇതിന് നിക്സൺ ഷോക്ക് എന്ന് വിളിക്കുന്നു. അതിനുശേഷം പണം എന്നത് വെറും ഒരു പേപ്പർ മാത്രമായി മാറി. സ്വർണത്തിന്റെ പിൻബലമില്ലാതെ ഗവൺമെന്റ് പുറത്തിറക്കുന്ന ഇത്തരം പണത്തെയാണ് ഫിയറ്റ് മണി എന്ന് വിളിക്കുന്നത്. ഇന്ന് പണത്തിന്റെ മൂല്യം ലഭിക്കുന്നത് പൂർണ്ണമായും സ്വർണത്തിൽ നിന്നല്ല, മറിച്ച് 3 കാര്യങ്ങളിൽ നിന്നാണ്. സർക്കാർ ഇത് നിയമപരമായി പണമാണെന്ന് പ്രഖ്യാപിക്കുന്നു. സർക്കാർ നികുതി സ്വീകരിക്കുന്നത് ആ കറൻസിയിൽ മാത്രമാണ്. രാജ്യം സാമ്പത്തികമായി സുരക്ഷിതമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നിടത്തോളം ഈ പണത്തിന് മൂല്യമുണ്ടാകും. പേപ്പർ കറൻസിയിൽ നിന്ന് പണം വെറും അക്കങ്ങളിലേക്ക് മാറുന്ന കാഴ്ചയാണ് പിന്നീട് നാം കണ്ടത്. ഈ മാറ്റം അപ്രതീക്ഷിതമായിരുന്നില്ല, മറിച്ച് സാങ്കേതിക വിദ്യയുടെ സ്വാഭാവികമായ വളർച്ചയായിരുന്നു. 1950-ൽ ഡൈനേഴ്സ് ക്ലബ് ലോകത്തിലെ ആദ്യത്തെ മൾട്ടിപർപ്പസ് ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കി. പണം കയ്യിൽ കരുതാതെ തന്നെ കച്ചവടം നടത്താം എന്ന വിപ്ലവം അവിടെ തുടങ്ങി. പിന്നീട് 1967-ൽ ലണ്ടനിൽ ആദ്യത്തെ ATM പ്രവർത്തനം ആരംഭിച്ചതോടെ ബാങ്കിന്റെ ജോലി സമയം കഴിഞ്ഞും പണം പിൻവലിക്കാം എന്ന സൗകര്യം വന്നു. 1990-കളിൽ ഇന്റർനെറ്റ് വ്യാപകമായതോടെ ബാങ്കിംഗ് പൂർണ്ണമായും ഡിജിറ്റലായി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പണത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ് 2016-ൽ പുറത്തിറക്കിയ UPI. ഇന്ന് ചായക്കട മുതൽ വലിയ മാളുകൾ വരെ QR കോഡ് വഴി പണം നൽകാൻ നമുക്ക് കഴിയുന്നു. പണം എന്നത് ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോണിലെ വെറും നമ്പറുകൾ മാത്രമാണ്. 2008-ലെ ലോക സാമ്പത്തിക മാന്ദ്യത്തിന് പിന്നാലെ സതോഷി നകാമോട്ടോ എന്ന അജ്ഞാതൻ 2009-ൽ ബിറ്റ്കോയിൻ അവതരിപ്പിച്ചു. പണത്തിന്റെ നിയന്ത്രണം ബാങ്കുകളുടെയോ ഗവൺമെന്റുകളുടെയോ കയ്യിലായിരിക്കരുത് എന്ന ചിന്തയിൽ നിന്നാണ് ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ക്രിപ്റ്റോ കറൻസികൾ ഉണ്ടായത്. അവയ്ക്ക് അതിരുകളില്ല, ആർക്കും ഇതിനെ നിയന്ത്രിക്കാനാവില്ല. നമ്മുടെ പൂർവികർക്ക് 10 പൈസയ്ക്ക് ലഭിച്ചിരുന്ന സാധനത്തിന് ഇന്ന് നമ്മൾ 10 രൂപ നൽകേണ്ടി വരുന്നു. ഇതിനെയാണ് പണപ്പെരുപ്പം എന്ന് പറയുന്നത്. ഗവൺമെന്റുകൾ അമിതമായി പണം പ്രിന്റ് ചെയ്യുമ്പോഴോ സാധനങ്ങളുടെ ലഭ്യത കുറയുമ്പോഴോ പണത്തിന്റെ പർച്ചേസിംഗ് പവർ കുറയുന്നു. പണത്തിന്റെ ചരിത്രത്തിൽ എന്നും നിലനിന്നിരുന്ന ഒരു വലിയ വെല്ലുവിളിയാണിത്. പണം എന്നത് വെറുമൊരു നാണയമോ നോട്ടോ അല്ല, അത് മനുഷ്യർ തമ്മിലുള്ള വിശ്വാസത്തിന്റെ ഒരു അടയാളമാണ്.
ബാർട്ടർ സിസ്റ്റം മുതൽ ബിറ്റ്കോയിൻ വരെ എത്തി നിൽക്കുന്ന ഈ യാത്ര മനുഷ്യ നാഗരികതയുടെ വളർച്ചയുടെ അടയാളം കൂടിയാണ്. പണം മാറിയേക്കാം, അതിന്റെ രൂപം മാറിയേക്കാം, പക്ഷേ മൂല്യം കൈമാറാനുള്ള മനുഷ്യന്റെ ആഗ്രഹം എന്നും നിലനിൽക്കും. ഭാവിയിൽ സെൻട്രൽ ബാങ്കുകൾ തന്നെ പുറത്തിറക്കുന്ന ഡിജിറ്റൽ കറൻസികൾ പണത്തിന്റെ ലോകത്തെ വീണ്ടും മാറ്റാൻ പോകുകയാണ്. അപ്പോഴും ഒന്നോർക്കുക, പണം ഒരു ഉപകരണമാണ്. അത് നമ്മെ സേവിക്കാനുള്ളതാണ്, നമ്മെ ഭരിക്കാനുള്ളതല്ല. ഓരോ സാധാരണ വസ്തുവിന് പിന്നിൽ നമ്മൾ കാണാത്ത ഇതുപോലൊരു അസാധാരണ ലോകമുണ്ട്. ആ ലോകത്തെ രഹസ്യങ്ങൾ ഓരോന്നായി നമുക്ക് തേടിപ്പോകണം. ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത കഥയിൽ കൂടുതൽ അറിവുകളുമായി വീണ്ടും കാണാം. ഇത് നോബഡി.